നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജേഷ്, ഈ PR-ന്റെ ഒരു വലിയ അപകടം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു വീഡിയോ പുറത്തു വന്നെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പൊ പറയുന്നത് റീൽ ചെയ്താണെന്നൊക്കെയാണ്, പക്ഷെ അതൊരു വലിയ അപകടമല്ല. ഇപ്പോൾ ഈ എന്റർടൈൻമെന്റ് ചാനലുകളെ വെച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ PR നടത്തിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത നേതാക്കന്മാർ ഇങ്ങനെ PR ഗിമ്മിക്കുമായി മുന്നോട്ട് വരുന്നത് ശരിയാണ്? ശ്രീല ഇപ്പോഴാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ PR ആണ് ഏറ്റവും അപകടകരമെന്ന്. 2024 അവസാനം മുഖ്യമന്ത്രി ഡൽഹിയിലെ കേരള ഹൗസിൽ ഇരുന്ന് വലിയൊരു PR കൈസൻ എന്നൊരു PR ഏജൻസിയുമായി ചേർന്ന് വലിയൊരു PR എടുത്തു. അപ്പോഴാണ് കേരളം മനസ്സിലാക്കുന്നത് ആരാണ് ഈ PR ഏജൻസി എന്താണെന്നുള്ളത്. നേരത്തെ ഈ അടുത്ത കാലത്ത് PR-നെ കുറിച്ച് ഏറ്റവും ചർച്ച വന്ന ബിഗ് ബോസിലായിരുന്നു. PR വിവാദം ഉണ്ടായത്. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് ഈ PR എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞ എന്തുവാണ്? കോൺഗ്രസ് ലക്ഷ്യമിട്ട് പറഞ്ഞാണ്, മലപ്പുറം ജില്ലയെ ലക്ഷ്യമിട്ട് പറഞ്ഞു. മലപ്പുറത്ത് നിന്നും വിധ്വംസ പ്രവർത്തനങ്ങൾക്കായി മറ്റും അവിടെ നിന്നും നിരവധി വൻതോതിൽ കോടികളുടെ മയക്കുമരുന്ന് അടക്കം പിടിച്ചെടുക്കുന്നുണ്ട്. അത് വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്, സർക്കാർ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. ഒടുവിൽ ഉരുണ്ട് കളിച്ചു. അവസാനം പറഞ്ഞത് ഞങ്ങള് അറിഞ്ഞതല്ല, PR ഏജൻസിക്കാർ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് പറഞ്ഞ് ഈ ഹിന്ദു പത്രത്തിന്റെ തലയിലെല്ലാം കൂടി കൊണ്ടുവച്ചു. അത് ആ പത്രത്തിന് വേണം, കാരണം കടുത്ത ധാർമ്മിക നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പത്രമാണ് ഇങ്ങനെ കുഴിച്ചും ചാടി. അപ്പോൾ അവരത് ഹിന്ദുവിനെ ഒരു കുഴിയിൽ ചാടിക്കാനായിട്ട് ഒരു PR ഏജൻസിക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ 140 മണ്ഡലങ്ങളിലെ ഗുണം 3 സ്ഥാനാർത്ഥികളെയും കുഴികളിൽ കൊണ്ട് ചാടിക്കാൻ പറ്റും. അതാണ് കഴിഞ്ഞ തവണ. അതും വേറെ കാര്യം ചോദിക്കട്ടെ, ട്രാവൽ എന്നാണ് സുജിത് ഭക്തൻ എന്ന യൂട്യൂബറാണ്. അയാൾ ജേർണലിസ്റ്റ് അല്ല, യൂട്യൂബറാണ്, ഇന്റർനെറ്റ് പേഴ്സണാലിറ്റി എന്നാണ് ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലക്കെട്ട്. ഈ ടെക്കും ഈറ്റും ട്രാവലും ഇത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ എന്താ ബന്ധം? ഇനിയിപ്പോ എന്ത് കണ്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും കേരളത്തിൽ ഇത്രയും ചാനലുകളുണ്ട്, കൈരളി പീപ്പിൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും PR ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റ് ചാനലുകാരെയും വ്ളോഗേഴ്സിനെയും വെച്ചാണ് എന്നുള്ളതാണ്. ആയിക്കോട്ടെ, ഒരു പക്ഷേ എന്റെ ഒരു ചോദ്യം, മീഡിയ സംവിധാനമുള്ള അതാണ് ഞാൻ പറയുന്നത്, വാർത്തകൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരായ നമ്മളുടെ അടുത്ത് കിട്ടുമ്പോൾ ഒരു പക്ഷേ പ്രതിസന്ധിയിലാകുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ അതിന് മറുപടി പറയാനുമുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാം ഈ PR ഏജൻസിയെ വെച്ച്, അല്ലെങ്കിൽ അവരാകുമ്പോൾ പൈസ വാങ്ങിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പല ഇന്റർവ്യൂകൾക്കും ഇന്റർവ്യൂവേഴ്സ് 1 ലക്ഷം രൂപയും GST അടക്കം വാങ്ങിക്കുന്നുണ്ട്. കമ്പനിയായിട്ട്. അപ്പോ അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുകയാണ് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെ PR ചെയ്ത് നടത്തേണ്ടതാണോ? ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതല്ലേ? അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു സന്ദേശം, ഒരു മെസ്സേജ് തന്റെ ധർമ്മട മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഹാഷ്മിയെ കൊണ്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടിൽ അരുൺകുമാറിനെ കൊണ്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് സിന്ധു സൂര്യകുമാറോ അല്ലെങ്കിൽ ടി സുരേഷ് കുമാറോ, എന്തുകൊണ്ട് വിനി വി ജോൺ? ഇവരൊക്കെയാണല്ലോ ജേർണലിസ്റ്റുകൾ, ഇവരൊക്കെയല്ലേ ചോദിക്കേണ്ടത്? അല്ല, ഞാൻ ഈ ഒരു യൂട്യൂബറെ കൊണ്ടുവന്ന് അത് എന്റർടൈൻമെന്റ് ആവും, ഒരു ഫുഡി ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതിൽ ആദ്യകാലം മുതലേ ഈ വ്ളോഗിൽ ഒരു പുതിയ രീതി കൊണ്ടുവന്ന ഒരാളാണ് സുജിത്ത്. ആ കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ സുജിത്ത് ചെയ്തത് ഭയങ്കര മോശപ്പെട്ടൊരു കാര്യമാണ്, ധാർമ്മിക മര്യാദ ഇല്ലാത്തൊരു കാര്യമാണ്. അത് പറഞ്ഞ് പറയിപ്പിക്കുക മാത്രമല്ല, പിണറായി വിജയൻ അത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് പിണറായി വിജയന്റെ വീഡിയോ പുറത്ത് വിടുകയാണ് ചെയ്ത്. ഞാൻ പിണറായി വിജയനെ അനുകൂലിക്കുന്ന ഒരാളെയല്ല, പക്ഷെ അതൊരു ധാർമ്മികത ഒരിക്കലും അതൊരു PR അല്ല, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവഹേളിക്കുന്ന അതുല്യമാണ്. തീർച്ചയായിട്ടും അത് PR എന്ന പേരിൽ നടത്തിയത് പൈസ വാങ്ങിച്ചു കാണും, ഒരുപക്ഷെ PR ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയന്റെ ഇമേജ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ, അല്ലെങ്കിൽ ചിരിച്ചു കളിക്കുന്ന ഒരു പിണറായി വിജയനെ, അതാണ് ചിരിച്ചു കളിക്കുന്ന ഒരു പിണറായി വിജയനെ കാണിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ന രീതിയിലാണ് ഇപ്പോ സുജിത്ത് പറയുന്നത്. പക്ഷേ അത് വലിയ ദോഷമുണ്ടാക്കും. കാരണം ഈ ക്യാമറയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന പിണറായി വിജയനും ക്യാമറയ്ക്ക് പിന്നിൽ തൻ്റെ പ്രകൃതം, അതായത് കൃത്യമായല്ല പക്ഷെ വാർത്ത വരാനും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും ക്യാമറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞു കളിക്കുന്ന ഒരു പിണറായി വിജയനെ, ചിരിക്കുന്ന, തമാശ പറയുന്ന, പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന ഒരു പിണറായി വിജയനെ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ പിണറായി വിജയന്റെ ഇരട്ടത്താപ്പും ഇരട്ട മുഖവും അല്ലേ പുറത്തു വന്നു. ഇതുപോലെയല്ലേ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ 2024 സംഭവിച്ചത്. മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി
പറയരുതെന്ന് പറഞ്ഞ കാര്യം PR ഏജൻസിയെ കൊണ്ട് പറയിപ്പിച്ചു. അവർ പറയിപ്പിച്ചു എന്നാണ് അന്നത്തെ ഹിന്ദു പത്രത്തിന്റെ വിശദീകരണ കുറിപ്പ്. ഇത് തന്നെയല്ലേ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അടക്കം വൻ സംവിധാനമുള്ളപ്പോൾ അവർ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ അതിന് പകരം ഈ യൂട്യൂബർ വന്നിരുന്ന് ഒരു അവതാരകൻ വന്നിരുന്നിട്ട് അങ്ങോട്ട് പറയുന്നു CM ഞാൻ ഇങ്ങനെ പറയും, അപ്പൊ CM ഇങ്ങനെ പറയും. അപ്പൊ CM അത് കേൾക്കാനും നമ്മൾ പണ്ടേ ചാനലുകാർ പറയും ചിലപ്പോ നമ്മൾ ബൈറ്റ് ഒക്കെ എടുക്കാൻ നേരത്തെ സെറ്റ് ഇട്ട് എടുക്കാന്ന് പറയും. അപ്പൊ ആ സെറ്റ് ഇട്ട് എടുക്കുന്ന അന്നേരം നമ്മളത് പുറത്തുവിടില്ല. ഞങ്ങളാരും പറയില്ല ഇങ്ങനെ പറയണം ഇങ്ങനെ പറയില്ല. ചിലപ്പോ ചില പോയിന്റ് പറയും. അത് പറഞ്ഞാൽ ഞാനാണ് ആ ബൈറ്റ് എടുക്കാൻ പോകുന്നതെങ്കിൽ എനിക്കൊരു പോയിന്റ് ആണ് വേണ്ടതെങ്കിൽ ആ പോയിന്റ് പറയണമെന്നല്ല, എനിക്ക് അതിലൊരു ക്ലാരിഫിക്കേഷൻ ഇന്നത് അനുകൂലമായിട്ട് പറയണമെന്നല്ല, ഇന്ന കാര്യം ചോദിക്കാം, അതിന് ഉത്തരം തരണേ എന്ന് പറയാം. അതാണ് മാധ്യമധർമ്മം. അല്ലാതെ ഞാനെന്ന മാധ്യമപ്രവർത്തകന്റെ എന്റെ അഭിപ്രായമല്ല വേറൊരാളെന്ന് പറയിപ്പിക്കേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതെ, ഓർത്തു നോക്കണം. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്തെ ഒരു മാധ്യമപ്രവർത്തകൻ ക്ഷുഭിതനായിട്ടല്ല, ചോദ്യം ചോദിക്കാനുള്ള അവസരം ലഭിക്കാത്തത് കൊണ്ട് ആ യുവ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു പോയതാണ്. ചെറുപ്പക്കാരായ പിള്ളേർ എങ്ങനെയാണ് ചോദിക്കും? തഴക്കവും പഴക്കവും ചിലപ്പം ഞാനാണ് ആ വീതിയിലും ചിലപ്പോൾ ചോദിക്കില്ല. കാരണം എന്തറിയോ, എന്തിനു വെറുതെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവർ പുറകിൽ ചിരിക്കും. പണ്ടൊക്കെ എങ്ങനെയാണ്? അന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഇരുന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ പുറകുള്ള മഹാരഥന്മാരുണ്ടല്ലോ പത്രക്കാര്, അവര് ചിരിക്കും അല്ലെങ്കിൽ വിളിക്കും, ഡേ അവിടെ ഇരിയടേ, ഡീമോട്ടിവേറ്റ് ചെയ്യും. അതിനെയും അതിജീവിച്ച് ചോദ്യങ്ങൾ ചോദിച്ച റിപ്പോർട്ടർമാരുണ്ട് നമ്മുടെ കാലത്തൊക്കെ ഇല്ലേ? ഇപ്പോഴും നമ്മൾ ചോദിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ പഠിച്ചത്, ആ ഒരു എക്സ്പീരിയൻസ് പഠിച്ചത്, ആവശ്യമുള്ള കാര്യം മാത്രം ചോദിച്ചാൽ മതി, ആളാകാൻ ചോദിക്കണ്ട. ഇതാ എനിക്ക് തോന്നുന്നു ആ റിപ്പോർട്ടർ പയ്യന് ചോദിക്കാൻ വന്ന ചോദ്യം, അതായത് 3 ചോദ്യം മാത്രമാണ് അന്ന് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത്. ആദ്യത്തെ ദേശാഭിമാനിക്കാരൻ ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു. അടുത്തത് കൈരളിക്കാരൻ ചോദിക്കുന്നു, മറുപടി പറയുന്നു. വീണ്ടും ദേശാഭിമാനിക്കാരൻ ഇടപെടുന്നു. 3 ചോദ്യം കഴിഞ്ഞപ്പോൾ CM എണ്ണീറ്റു, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദേശാഭിമാനിക്കും കൈരളിക്കും പറയാനാണെങ്കിൽ ഒരു റിലീസിന്റെ ആവശ്യമല്ലേ മുഖ്യമന്ത്രിക്കുള്ളൂ. മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു ദേശാഭിമാനി കൈരളിയും മാത്രം കൊണ്ടിരുത്തി വാർത്താ സമ്മേളനം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം വാർത്താ സമ്മേളനം നടത്തിയതാണ് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. കാരണം ഈ അതിന്റെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മേലുദ്യോഗസ്ഥൻ, നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം, മേലുദ്യോഗസ്ഥൻ ഇന്ന വിഷയത്തിൽ ബൈറ്റ് എടുത്ത് കൊണ്ടുവരണമെന്ന് പറയും. ഇവർ ഈ വിഷയങ്ങളൊന്നും പറയില്ല. എല്ലാവരും ചേർന്ന് ഈ പത്രസമ്മേളനം ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇത് ചോദിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയായിരിക്കാം ഒരു പക്ഷേ. അന്ന് ലൈവ് ഇല്ല, ഇന്ന് ലൈവ് ഉണ്ട്. ഈ ചീഫ് മാധ്യമ ചീഫ് ചോദിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് കാണുന്നുണ്ടാവും. അയാൾ ചോദിക്കുന്നില്ലേ, എന്തുകൊണ്ട് ചോദിച്ചില്ല? ചിലപ്പോൾ ഞാനാണെങ്കിലും അടുത്ത തവണ ഈ അസൈൻമെന്റ് കൊടുക്കില്ല, വിശ്വാസമില്ലാതായി. ജേർണലിസ്റ്റിന്റെ പ്രതിസന്ധി ഘട്ടത് എന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ഏൽപ്പിച്ചെങ്കിൽ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ പോലെ ചാനലിന് അവർക്ക് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണം. ഇതൊക്കെ ചെന്ന് ചോദിച്ചിട്ട് വരാൻ പറയും. അതിൽ 2 ചോദ്യമെങ്കിലും ചോദിക്കണ്ടേ? ചിലപ്പോൾ ബഹളം വെച്ചത് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നുമില്ല, പക്ഷേ അറ്റൻഡ് ചെയ്യാം. അതിനുള്ള അവസരം കിട്ടുന്നത് അത് മുഖ്യമന്ത്രിയുടെ കാര്യം. മുഖ്യമന്ത്രി പിന്നെയും ചെന്ന് കുഴി ചാടി, സാരമില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് തിരഞ്ഞെടുക്കുന്ന PR സ്റ്റാഫ് തിരഞ്ഞെടുക്കുന്ന PR ടീമുകൾ എല്ലാവർക്കും PR ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനെ കുറിച്ച് തന്നെ ഏതൊക്കെ നേതാക്കന്മാരെ ഇതിന്റെ അർത്ഥം ജനകീയത നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇനി ഭരണത്തിൽ കയറിയാലും ഇവരൊക്കെ ജയിച്ച് MLA-മാരാകുകയും മന്ത്രിമാരാകുകയും ചെയ്താലും ഇവർക്കൊക്കെ പിന്നെയും PR ടീമിന്റെ സഹായമുണ്ട്. അങ്ങനെ നമ്മുടെ PR പിരിച്ചുവിടണ്ടേ? എന്തിനവിടെ കുറെ ഇൻഫർമേഷൻ അവരെന്തിനാ? സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് ലഘുലേഖ അടിച്ചിറക്കാൻ മാത്രമാണോ? അതെങ്കിൽ വൈകിട്ട് മാധ്യമപ്രവർത്തകർക്ക് പത്രക്കുറിപ്പ്, ബുള്ളറ്റിൻ, ഇന്നത്തെ സർക്കാർ വാർത്തകൾ അത് അയക്കാനാണോ? അതൊരു PR അല്ലേ? സർക്കാരിന്റെ PR അല്ലേ? സർക്കാരിന്റെ PR ടീമല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. വളരെ സ്വകാര്യമായിട്ട് ഈ സർക്കാരിന്റെ PR ടീമിൽ ഒരു പാനൽ ചെയ്ത കുറെ പ്രൊഡ്യൂസർമാരുണ്ട്. സർക്കാരിന്റെ വിവിധ വികസന പരിപാടികൾ അത് ദൃശ്യവൽക്കരിക്കുന്ന വിവിധ പ്രോഗ്രാമുകൾക്കായി ഏഷ്യാനെറ്റ് അടക്കമുള്ള മെയിൻ ചാനലുകൾക്ക് സംപ്രേഷണം ചെയ്യുന്ന, കൈരളി TV സംപ്രേഷണം ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന ഒരു ടീമുണ്ട്. പാനൽ പ്രൊഡ്യൂസർമാരാണ് മിക്കവാറുമുള്ള നമ്മുടെ ഭരണകക്ഷി മന്ത്രിമാരുടെ ഒക്കെ PR ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ലക്ഷങ്ങൾ വാങ്ങുന്നത്. അതും PRDയിൽ ഇരുന്ന് പരിചയം ഉള്ള, ആ ഇടതുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, സർക്കാർ അനുകൂല വാർത്തകൾ ചെയ്ത് പ്രോഗ്രാമുകൾ ചെയ്ത് ശീലമുള്ള ആ സംവിധാനത്തെ ഇപ്പോൾ മന്ത്രിമാരടക്കം, വ്യക്തമായിട്ട് പറഞ്ഞാൽ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർക്ക് ഈ PR ഉണ്ട്.
ഉണ്ട്. അവർ നേരത്തെ പണിയും തുടങ്ങി. 10 ലക്ഷവും 20 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് 26ഓളം മണ്ഡലങ്ങളിൽ ഒരു മുൻ മാധ്യമ പ്രവർത്തക, അവർ മാധ്യമപ്രവർത്തകയായിരുന്നു, സംഘപരിവാറിനെ വല്ലാതെ ആക്രമിച്ചിരുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ്. അവർ 26ഓളം മണ്ഡലങ്ങളിൽ ഏതാണ്ട് 15 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം രൂപ കണക്കിന് പല രാഷ്ട്രീയ പാർട്ടികളുടെയും PR ഒരേ സമയം ഉണ്ട്. എല്ലാ BJP-യുടെ അടക്കം എല്ലാവരുടെയും PR ചെയ്യുന്നുണ്ട്. പേരൊക്കെ പിന്നീട് പറയാം. ഇപ്പൊ ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് ഒരു വിവാദം നമ്മളായി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ്. അല്ല, അതൊരു എത്തിക്സ് ഇല്ലേ? അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു CPM സ്ഥാനാർത്ഥിയുടെ PR ചെയ്യുന്നു. എനിക്ക് എങ്ങനെ തൊട്ടടുത്ത മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി PR ചെയ്യാൻ പറ്റും? എന്റെ ആ ബുദ്ധി ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ എന്റെ ആ മനസ്സിലെ ആ ഒരു വിവേചന ശേഷി ഉപയോഗിച്ചാണല്ലോ ഞാൻ മനസ്സിലാക്കുന്ന പണമാണെല്ലാം. അല്ലെങ്കിൽ നമ്മുടെ ഭാവനകൾ എങ്ങനെ ഇങ്ങനെ മാറ്റും? എന്റെ കുറച്ച് ഭാവന കോൺഗ്രസിന്, അങ്ങനെയാണോ? അല്ല, അതെനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെങ്ങനെ അങ്ങനെ ആയിരിക്കാം. നമുക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് അത് പറ്റില്ല എന്ന ധാരണ വേണ്ട. എനിക്കിപ്പോ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊക്കെ വലിയ പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയം സ്വീകരിക്കുന്നു, അതിനനുകൂലമായി വാർത്ത ചെയ്യുന്നു, അതിനനുസരിച്ച്, അല്ലെങ്കിൽ അനുകൂലമായി എന്ന് പറയാൻ പറ്റില്ല, മറ്റ് കാര്യങ്ങൾ സ്ട്രാറ്റജിയാണ്. അതെ, ഇത് വലിയ അല്ലെങ്കിൽ അവർ അടുത്ത് പോലും പോകില്ല. വലിയ മീൻ കൊട്ടായ്മയിൽ പോകുന്ന ഒരു മത്സ്യത്തൊഴിലാളി ചേച്ചി തൊള്ളി തട്ടി ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നു, ഒരു വീട്ടിൽ കയറി സംസാരിക്കുന്നു. അതെല്ലാം ഒരു PR സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിസ്റ്റ് PR ഏറ്റെടുക്കുന്ന അയാളുടെ ആ സ്ട്രാറ്റജി, ഒരു തന്ത്രം അയാൾ ഉണ്ടാക്കിയെടുക്കണം. ഈ തന്ത്രം തന്നെ ഈ CPM-ന്റെ തന്ത്രം എടുത്ത് ഇപ്പുറത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? അതാണ്. അത് മാത്രമല്ല, ഇതിൽ വലിയൊരു അപകടം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറയപ്പെടുന്ന മാധ്യമപ്രവർത്തക പല പോപ്പുലർ ഫ്രണ്ടുമായും ഒക്കെ അവരുമായി അടുത്ത് ബന്ധമുള്ളവരുമായി ഒക്കെ സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. പോപ്പുലർ ഫ്രണ്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്തരം എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. അങ്ങനെയുള്ള പലതരത്തിലുള്ള, അത് മാത്രമല്ല പലതരത്തിലുള്ള ആൾക്കാരുമായി ബന്ധം പുലർത്തുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു സ്ഥാനാർത്ഥിയെ വിശ്വസിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരോടൊപ്പം നിൽക്കുകയും അവരുടെ സ്ട്രാറ്റജി തീരുമാനിക്കുകയും അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ആൾ, അവർ ചതിക്കില്ല എന്ന് എങ്ങനെയാണ്? ഈ പണത്തിന് വേണ്ടി എന്നും ചെയ്യുന്നവരാണല്ലോ ഈ 3 മുന്നണിക്കും വേണ്ടി ഒരേ സമയം PR ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ചതിക്കില്ല എന്ന് എങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർ വിശ്വസിക്കുക? അതൊരു വലിയ പ്രശ്നമല്ലേ? അത് ഏതെങ്കിലും നേതാവിന്റെ ആൾക്കാരായോ ഏതെങ്കിലും ഒക്കെ നേതാവുമായി അടുത്ത ബന്ധമുള്ള ചിലരൊക്കെ ഈ ഘട്ടത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഈ വനിതയ്ക്കും സഹായമായത് ചില രാഷ്ട്രീയ പാർട്ടിയിലെ ചില നേതാക്കന്മാരുമായി അവർ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ, ആ ചാനൽ ചർച്ചകളിലൊക്കെ വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദം, ആ സൗഹൃദം മുതലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും കയറി പറ്റിയിട്ടുള്ള നേതാവിനൊക്കെ എനിക്കറിയാം. അത് ആരാണെന്നും എങ്ങനെയാണ് അവിടേക്ക് എത്തപ്പെട്ടതെന്നും ഒക്കെ എനിക്കറിയാം. അതൊക്കെ പിന്നീട്, അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു ചർച്ചാ വിഷയമാക്കണ്ട എന്ന് കരുതി സംസാരിക്കാതിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നീട് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്ന് എനിക്കുണ്ട്. കാരണം അതൊരു മോശപ്പെട്ട പ്രവണതയാണ്. രാഷ്ട്രീയക്കാർ PR ചെയ്യുന്നു എന്നുള്ളത് മോശപ്പെട്ട പ്രവണതയാണ്. അതിനുമപ്പുറം ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനനായകൻ? ഇപ്പൊ ഉമ്മൻചാണ്ടി എന്ത് PR ചെയ്തിട്ടാണ് കേരള പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടത്? കേരളീയ പൊതുസമൂഹത്തിൽ ഉമ്മൻചാണ്ടി മരിച്ചപ്പോ എത്ര ദിവസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഒന്ന് അവിടെ വരെ VS അവരെ പോലുള്ളവരൊക്കെ അടക്കമുള്ളവർ രാഷ്ട്രീയത്തില് ഒരു 2%, 1% വോട്ടുമായി മുന്നോട്ട് വന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. വളരെ ചെറുതായി വളർന്നുവെന്നാണ് BJP. പക്ഷെ PP മൂന്നനെ അറിയാത്ത ആരുണ്ട്? PP മൂന്നൻ ഒരു കാലത്ത് PP മൂന്നനായിരുന്നു ഒരുപക്ഷെ BJP-യുടെ മുഖം. അതുപോലെ തന്നെ KG മാരാർജി അറിയാത്ത ആരുണ്ട്? അതൊന്നും ജയിച്ചിട്ട് പോലുമല്ല. അവരൊക്കെ കുമ്മനം രാജശേഖരൻ PR പറഞ്ഞു തരണോ? കണ്ടല്ലോ, അദ്ദേഹം ഇത് തന്നെയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. കുമ്മനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്ഥലത്തിന്റെ. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ കാണിക്കുന്നത് ഗിമ്മിക്കാണ്. ഒരുപക്ഷെ ജൻസി തലമുറയെ പറ്റിക്കാനാണോ എന്ന് എനിക്കറിയില്ല. അതെ, ഒട്ടൊക്കെ പറഞ്ഞാൽ K. സുരേന്ദ്രനും ജനങ്ങൾ അറിയുന്ന രാഷ്ട്രീയ നേതാവാണ്. സമരങ്ങളിലൂടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായപ്പോ അദ്ദേഹത്തെ കടന്നാക്രമിക്കാൻ ഒരുപാട് പേര് വന്ന് ചില ചാനലുകൾ അവർ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്ത് വാർത്ത ചെയ്തെങ്കിലും K. സുരേന്ദ്രൻ ജനങ്ങൾ അറിയുന്ന ഒരു നേതാവാണ്. ജനങ്ങളുടെ കൊടുത്തും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയുന്ന ഒരു നേതാവാണ്. അതെ തന്നെ, ശോഭാ സുരേന്ദ്രൻ ആണെന്ന് പറയേണ്ട കാര്യമില്ല. ജനങ്ങളുടെ എല്ലാവരുടെ ഇടയിൽ അറിയുന്ന ഒരാളാണ്. ഞാൻ അതിശയിച്ചു പോയത് ഒരുപക്ഷെ ശോഭ ചേച്ചിയെ കേരളത്തെക്കാട്ടിൽ കൂടുതൽ അറിയുന്നത് പല സ്ഥലങ്ങളിലും പല സ്ത്രീകളും. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്ന സമയത്ത് ഊട്ടിയിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു. അവർ ഊട്ടിയിൽ നിന്ന് പൊങ്കാല ഇടാൻ വേണ്ടി വന്ന
അവർ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ അതിശയപ്പെട്ടു പോയി. ഇത്രയേറെ ഫാൻസ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായ ആ സമയത്ത്. CPM ഉണ്ട് PR വേണ്ടത് രണ്ടുപേര്, KK ശൈലജയും. അല്ല അതൊക്കെ വലിയ നേതാക്കളല്ലേ, നമ്മുടെ ആര്യ രാജേന്ദ്രനും PRന്റെ ആവശ്യമില്ല. അത് തന്നെ, അത് വേറൊരു അർത്ഥത്തിലാണ്. അവരോട് നിന്നാൽ മതി, ക്യാമറകൾ ഇങ്ങനെ അവരെങ്ങനെ അത് അത്രയേറെ ജനങ്ങളെ വെറുപ്പിച്ച രണ്ടുപേരും എന്ത് ചെയ്യുന്നു ഇങ്ങനെ ക്യാമറകൾ. മനോരമ TV-യിൽ ഒരു വാർത്ത വന്നല്ലോ, അതിന്റെ തലേ ദിവസം ഞാൻ വാർത്ത ചെയ്തിരുന്നു. ഇവര് രണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമല്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ വാർത്ത വരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കൊല്ലത്തുനിന്ന് പുറപ്പെട്ട അമ്മാത്തേക്ക് എത്തിയില്ല എന്നുള്ള അവസ്ഥയിലാണ്. അതെ, നമ്മുടെ ആര്യ രാജേന്ദ്രന്റെ അവസ്ഥ. അവിടെ സച്ചിന്റെ അവിടെ പോകാൻ പോലും പറ്റുന്നില്ല. ഇറങ്ങരുതെന്ന് എനിക്ക് തോന്നുന്നു CPM കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിന്റെ മണ്ഡലത്തെ 10 വോട്ട് ചോദിക്കാൻ പോകാത്ത ഭാര്യമാരില്ല. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ചെല്ലരുതെന്ന് ഇവിടെയും പോകുന്നില്ല. കാരണം ആര്യയെ ചതിച്ച ആളാണ് നിയമത്ത് മത്സരിക്കുന്നത്. ആര്യയെ കൂടെ നിന്ന് കുതികാലി വെട്ടിയ ആളാണ്. അത് എനിക്ക് അതിലെ ഒരു സത്യം പറഞ്ഞ ആര്യയെ രക്തസാക്ഷിയാക്കായിരുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി. കാരണം ഒരു പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ വന്നതാണ്. ആ പെൺകുട്ടി അഹങ്കാരം പറയുകയും ഈ ധാർഷ്ട്യം കാണിക്കുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സീനിയർ നേതാവ് ഇടപെട്ട് ആ പെൺകുട്ടിയെ ഒന്ന് നിയന്ത്രിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത്രത്തോളം വഷളാകുമായിരുന്നില്ല ആ പെൺകുട്ടി എന്നാണ്. എന്റെ പറമ്പിൽ ഞാൻ 10 വാഴക്കന്ന് നട്ടുക. ഈ 10 വാഴക്കന്ന് എനിക്ക് വലിയ വിലപ്പെട്ടാണ്. ഓരോ വാഴക്കന്നും കൊലയ്ക്കുമ്പോൾ അതുകൊണ്ട് വിറ്റ് കാശാക്കേണ്ട. അപ്പൊ ഇത് ഓരോന്നിനും ഞാൻ പരിപാലിക്കും. 1-2 പൊട്ട് കന്നായാലും അത് എങ്ങനെയും വളർത്തും. പക്ഷേ ഒരു 3-4 ഏക്കറിൽ വാഴ നട്ടിരിക്കുന്ന ഒരാൾ, വാഴയിലേക്ക് വേണ്ടി നട്ടിരിക്കുന്ന ഒരാളുടെ 2-3 വാഴക്കന്ന് കേടാണെങ്കിൽ എന്ത് ചെയ്യും? മൂട് വെച്ച് വെട്ടിക്കളയും. എന്നറിയാം, അതാ സംഭവിച്ച. ബാലസംഘത്തിൽ നിന്ന് വന്ന് നേരെ മേയറാകുന്നു എന്ന് പറഞ്ഞ ആ വളർച്ച നോക്കി. അത് പക്ഷെ അവിടെ പകുതി മുരടിച്ചു പോയി, വെട്ടി നിർത്തി. എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു വിഷ്വൽ എന്ന് പറയുന്നത്, എന്റെ സംഘടന നിങ്ങളോടൊക്കെ സംസാരിക്കാൻ, അതായത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരോട് കൗൺസിലിൽ വെച്ച് പറഞ്ഞതാണ്, എന്നെ മേയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൃത്രിമത്വം നിറഞ്ഞ സംസാരം അത് CPM-കാർക്ക് മൊത്തത്തിലുണ്ട്. അത് കുറച്ചുകൂടി കൂടുതലായിരുന്നു. എന്നെ മേയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സംഘടന എന്നെ അതിന് പാകപ്പെടുത്തിയാണ് 18 വയസ്സ് 20 വയസ്സിലെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പെൺകുട്ടി നിന്നും പറഞ്ഞുകൂടാ. അന്ന് പെൺകുട്ടി ആര് വിളിച്ചപ്പോൾ പറഞ്ഞാണ് എന്നെ മേയർ എന്ന് വിളിക്കണം, ഞാൻ പെൺകുട്ടിയല്ല എന്ന് പറഞ്ഞുകൂടാ. എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരുപക്ഷെ മകളുടെ അന്ന് ആകുന്ന സമയത്ത് ആ സമയം നോക്കിയാൽ ഏകദേശം നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ്, നമ്മുടെ മകളുടെ പ്രായമൊക്കെ ആകാനുള്ള പ്രായമുള്ള ഒരു കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം 28 വയസ്സ് മറ്റുമായിരുന്നു തോന്നുന്നല്ലേ. എൻ്റെ മകൾക്ക് അത്രയും പ്രായമില്ലെങ്കിലും പക്ഷേ ഭയങ്കര കൃത്രിമത്വം പറഞ്ഞ സംസാരമായിരുന്നു കേട്ടോ. ജനങ്ങളെ വെറുപ്പിച്ച് നിൽക്കുന്ന ആ സംസാരം തന്നെയാണ്. കുറച്ചുകൂടി ഒന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടി സജീവമായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. പറഞ്ഞു വന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു 5 കൊല്ലം നമ്മുടെ PR. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഇലക്ഷൻ വരെ PR വർക്ക് ചെയ്യൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ BJP നേതാക്കന്മാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും CPM-നും ഒക്കെ വാർത്ത വേണമെങ്കിൽ ഇവിടുത്തെ മെയിൻ സ്ട്രീമുകാരും യൂട്യൂബ് വാർത്തകൾ ചെയ്യുന്ന യൂട്യൂബേഴ്സും വേണം. മറ്റൊരാരും ഇത് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കില്ല. പൈസയും വാങ്ങിച്ച് അവർ പൊടി തട്ടിപ്പോകും. അതിന് ശേഷം വാർത്തകൾ വരാനും ഇവർക്ക് ഇലക്ഷൻ സമയത്ത് പെയ്ഡ് PR, പകുതി പെയ്ഡും പകുതി നോൺ പെയ്ഡ്. അതെ അതെ, നമ്മുടെ ചാനലിന്റെ സ്ലോട്ട് ഫില്ല് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒരു മന്ത്രി എന്ത് പറയുന്നു, MLA എന്ത് പറയുന്നു. പക്ഷെ അതും ഈ എന്റർടൈൻമെന്റ് ചാനലുകാർ കൊടുക്കാറില്ല. എന്റർടൈൻമെന്റ് ചാനൽ സിനിമാക്കാരെ പിടിച്ച് സിനിമയുടെ പ്രൊമോഷൻ, സിനിമ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 1 ലക്ഷം രൂപ GST വാങ്ങിക്കുന്ന ആൾ കേരളത്തിലെ സിനിമാ താരങ്ങളെ ഇന്റർവ്യൂ 1 ലക്ഷം രൂപ GST വാങ്ങിക്കുന്നവർ സാധാരണ ചോദിക്കുന്ന ഓണത്തിന്, വിഷുവിന്, ക്രിസ്മസിനൊക്കെയാണ് ഇങ്ങനെ ഈ സെലിബ്രിറ്റികളെയും സിനിമാ താരങ്ങളെയും രാഷ്ട്രീയക്കാരെ ഇന്റർവ്യൂ. രാവിലെ എന്ത് കഴിച്ചു, പുളിശ്ശേരിയായിരുന്നു. ഇവരുണ്ടാക്കിയ ഒരു വലിയ കൾച്ചർ എന്താണെന്നറിയോ? പണ്ടൊക്കെ നമുക്ക് സിനിമാ താരങ്ങളെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോ നേരെ തിരിച്ചാണ്. സിനിമാ താരങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ പണം വേണമെന്നുള്ള അവസ്ഥയില്ല. ഞാൻ മനസ്സിലാക്കുന്ന അഖിൽമാരാർ അടക്കമുള്ളവർ, ബിഗ് ബോസിൽ വന്ന് സ്റ്റാറായ അഖിൽമാരാർ അടക്കമുള്ളവർ കൊടുത്തിട്ടുള്ള മുഴുവൻ ഇന്റർവ്യൂവിനും അവരും ഇതുപോലെ പെയ്ഡ് ഇന്റർവ്യൂസ് ആണ് എന്നുള്ളതാണ്. വലിയ പ്രതിസന്ധിയല്ലേ? പണമില്ലാത്തവന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഈ യൂട്യൂബുകൾ ഒരുപാട് വാർത്താ എന്റർടൈൻമെന്റ് യൂട്യൂബുകൾ അതെ 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 യൂട്യൂബുകളും ഈ സത്യത്തിൽ മാധ്യമധർമ്മത്തിൽ നേരെ അകന്നു നിൽക്കുന്നു എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം പലപ്പോഴും പണം വാങ്ങിച്ചുകൊണ്ട് വാർത്ത ചെയ്യുകയും വാർത്ത മുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് 90%. നമ്മളൊരു വാർത്ത, ഒരു യൂട്യൂബർ പറയുന്നു, വാർത്ത മൊബൈലിൽ നോക്കുന്നു, നമ്മുടെ വീട്ടുകാര് ഭൂരിഭാഗം പേരും അത് വിശ്വസിക്കും. അതാണ്. അപ്പൊ അതുകൊണ്ട് പണം വാങ്ങി വാർത്ത ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ഇപ്പൊ ഇലക്ഷൻ ടൈമിൽ എന്റർടൈൻമെന്റ് ചാനലുകളെ വിലക്കെടുത്തുകൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നടത്തുന്ന PR-ന്റെ ഏറ്റവും മാരകമായ വർഷനാണ് ഇന്നലെ കണ്ടത്. ഇത്തവണ ഈ മുൻ മന്ത്രിമാർ, നിലവിൽ മന്ത്രി പദം അവസാനിക്കാൻ കാത്തു നിൽക്കുന്നവർ, മത്സരിക്കുന്നവർ, ഇത്തവണ അവർ എത്ര ലക്ഷം PRNC കൊടുത്തു? ഇവർ ജയിച്ചില്ലെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കുമോ? അതെ, എങ്ങനെയാണ് തിരിച്ചുണ്ടാക്കുക? പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ പൈസ പോയി, ആ പണം മാത്രമേ നഷ്ടമാവുള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ ഈ ബൂത്ത് കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ മണ്ഡലം ഇലക്ഷൻ പ്രചരണ
കമ്മിറ്റി ചെയർമാൻ, ഇവർക്കൊക്കെ എന്താണ് ജോലി? ഇവർക്കൊരു ജോലിയില്ല, നോട്ടീസ് കൊടുപ്പ് മാത്രമേ ഉള്ളൂ. അതുള്ളൂ. ഇപ്പൊ അങ്ങനെയാണ്. ഇന്റർവ്യൂസ് എല്ലാം ആരെങ്കിലും എന്റർടൈൻമെന്റുകാർ വരും. പിന്നെ എനിക്കിത് റിലീസ് എഴുതുന്നതും ഞാൻ മനസ്സിലാക്കിയത് ഈ 15, 20, 25 ലക്ഷം വെച്ച് PR കൊടുത്തിട്ടുള്ളവര് റിലീസ് എഴുതുന്നൊക്കെ ഈ ആൾക്കാരാ. അത് BJP അനുകൂലം. അവർ ടാസ്ക് ഭയങ്കര. BJP അനുകൂലം, കോൺഗ്രസിന് അനുകൂലമായി, CPM അനുകൂലമായും ഒരേ സമയം റിലീസ് എഴുതണം. പല മണ്ഡലങ്ങളിൽ പലർക്ക് വേണ്ടി. 2024 ലോക്സഭ എനിക്കറിയുന്ന ഒരു ചാനലുകാരനുണ്ട് കേട്ടോ, ഒരേ ഫ്ലോറിൽ 3 ചാനൽ നടത്തുന്നുണ്ട്. ഒരു ഫ്ലോറിൽ കോൺഗ്രസിന് വേണ്ടിയും CPM വേണ്ടിയും BJPക്ക് വേണ്ടിയും ചാനൽ നടത്തുന്ന ഒരു ചാനലുകാരനെ എനിക്കറിയാം. പക്ഷെ ഇതൊരിക്കലും ക്ലാഷ് ആകാറില്ല. ഇല്ല. 3 പേരോടും കാശ് വാങ്ങിക്കും. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തെ ഒരു വലിയ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്ത് അടുത്ത കുറെ കാലത്തേക്ക് പ്രവർത്തിക്കാനുള്ള, ജീവിക്കാനുള്ള കാശ് ഉണ്ടാക്കിയിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്. ഒരേ സമയം നടത്തുകയാണ് ഒരു ഒറ്റ ഫ്ലോറിൽ. പക്ഷെ ഈ ഒരു PR-കാരുടെ അവരെ ഡിപ്പെൻഡ് ചെയ്തുള്ള ഈ ഒരു ഇലക്ഷൻ പ്രചാരണം അത് ഭാവിയിൽ ഗുരുതരമായ, തീർച്ചയായും ഗുരുതരമായ ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ PR കേരളത്തിലെ നേതാക്കന്മാരെ നശിപ്പിക്കുകയാണ്. അതായത് ചെറിയ തുക്കട ആൾക്കാരെ പോലും വലിയ ആൾക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് തന്നെ, ജനപ്രതിനിധികൾക്ക് തന്നെ തോന്നും നമ്മളെന്തോ മഹാസംഭവമാണ്, ഇനി പ്രവർത്തിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. ഈ ആര്യ രാജേന്ദ്രന്റെ അവസ്ഥ പല നേതാക്കന്മാർക്കും വരുന്ന കാലം വിദൂരമല്ല എന്നാണ് പറയാനുള്ളത്.